പോക്സോ കോടതിയിലുണ്ടായ തീപിടുത്തത്തിനു പിന്നിൽ ശ്രീലാൽ എന്നയാളാണെന്ന് പോലീസ് അറിയിച്ചു. കാട്ടാക്കട ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോലീസ് നൽകിയ വിവരങ്ങൾ പ്രകാരം ശ്രീലാൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ കാരണം ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നു. ഓൺലൈൻ ഗെയിമിനായി ലക്ഷക്കണക്കിന് രൂപ ഇയാൾ ചെലവഴിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതായി മനസ്സിലാക്കിയപ്പോഴാണ് കോടതിക്ക് തീയിട്ടത്. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുമെന്ന് പോലീസ് അറിയിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിനുകുമാർ, കാട്ടാക്കട ഡിവൈഎസ്പി മുഹമ്മദ് റാഫി, നെയ്യാർ ഡാം സിഐ ശ്രീകുമാരൻ നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 2025 കാട്ടാക്കട പോക്സോ കോടതിയിൽ തീപിടുത്തമുണ്ടായതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് കേസിന്റെ അന്വേഷണം ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തു. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ചുമതല ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DSP. തുടർന്ന് ഇതിന്റെ അന്വേഷണം നടത്തിയതിൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തി അകത്ത് കയറി ഈ സംഭവം ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല എന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതി സ്റ്റാഫുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷണം ചെയ്തു. ആ അന്വേഷണത്തിൽ നമുക്ക് ഈ ശ്രീലാലിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കി. അവന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംശയം ജനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തു. തുടർന്നാണ് അതിന് 18/8/2025 കോടതിയിൽ 1 ലക്ഷം രൂപ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് കേസ് വരികയും ആ കേസിലെ അന്വേഷണത്തെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യും. കൂടുതൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത സമയത്ത് ആ 1 ലക്ഷം രൂപ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ആ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കോടതിക്ക് കൊടുത്തിട്ടുള്ളത്. അന്ന് തന്നെ ഈ തീകത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DSP അവനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും കൂടുതൽ തെളിവുകൾ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DSP 6/7/2025 ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് ബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. ആ കേസിന്റെ അന്വേഷണ ഭാഗമായി ബെഞ്ച് സെക്ഷൻ റൂം പോക്സോ കോടതിയിൽ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു. കോടതിയിലെ സ്റ്റാഫിന്റെ സാക്ഷിമൊഴികൾ എടുത്തു. പുറമേ നിന്നുള്ള അന്വേഷണം, ഈ കോടതിക്ക് പുറത്തുള്ള അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായത് പുറത്തുനിന്നും ഒരാളും ഇത് കത്തിക്കാൻ സാഹചര്യമില്ല. കാരണം ഈ പറയുന്ന ബെഞ്ച് സെക്ഷൻ റൂമിന്റെ താക്കോല് 3 പേരുടെ കയ്യിലാണ്. അത് സ്റ്റാഫിൻ്റെതാണ്. ഫയർഫോഴ്സ് വന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. അപ്പൊ ആ 3 പേരെ താക്കോൽ കൈവശം വയ്ക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഞങ്ങളുടെ അന്വേഷണത്തിൽ പ്രതി ശ്രീലാലാണെന്ന് വെളിവാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മെനഞ്ഞാന്ന് ഫോർമൽ അറസ്റ്റ് ചെയ്യുകയും ജയിലിലായിരുന്നു പ്രതി. കാട്ടാക്കട PS ഇന്ത്യൻ മിസ്അപ്രോപ്രിയേഷൻ കേസുമായിട്ട് ജയിലിലായിരുന്നു. അത് ഞങ്ങൾ ഫോർമൽ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇനി പ്രതിയെ കൊണ്ട് തുടർന്ന് അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ഇതിനെ സംബന്ധിച്ച് പറയാൻ. ഇതിനെ ചെയ്തു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ അന്വേഷണം. കേസിന്റെ ഫയലുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ രജിസ്റ്റർ സാമ്പത്തിക തിരിമറി, ഇയാൾക്ക് ഒരുപാട് ബാധ്യതയുണ്ട്, ഒരുപാട് കടബാധ്യതകൾ. ഈ പ്രതി ഓൺലൈൻ ഗെയിമിങ്ങിന്റെ ഒരു ആളാണ്, അഡിക്റ്റ് പോലെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഫൈൻ രജിസ്റ്റർ കോടതിയിൽ അതാണ്. അത് പക്ഷെ അത് കത്തിയിട്ടില്ല. അത് കത്തിക്കാനാണ് പ്രതിയുടെ ഉദ്ദേശമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് പോയത്, അറസ്റ്റ് നടത്തിയത്. ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ അത് വരുന്നില്ല. DCP അന്വേഷിക്കുന്നത് കോടതി ബെഞ്ച് സെക്ഷൻ റൂം കത്തിയതുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ്.